തമ്പുരാട്ടി? മുഖം വല്ലാണ്ടിരിക്കണോ? മഹാവിഷ്ണുവിനെ സ്വപ്നം കണ്ടതോടൊപ്പം ഒരു കുഞ്ഞിന്റെ കരച്ചിലും കേട്ടു. മക്കളില്ലാത്തതിന്റെ വേദനകളും ആകുലതകളും മനസ്സിൽ വിങ്ങുന്നത് കൊണ്ട് തോന്നിയതാവും തമ്പുരാട്ടിക്ക്. എത്രയൊക്കെ കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടും മഹാദേവൻ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ലല്ലോ. പുലർക്കാല സ്വപ്നം ഫലിക്കുമെന്നാ പ്രമാണം. എങ്കിൽ എത്ര നന്നായിരുന്നു. തമ്പുരാട്ടി, നീരാട്ടിന് പോകാനുള്ള ഒരുക്കങ്ങളായി. തമ്പുരാട്ടി, ഒരു കുഞ്ഞിന്റെ കരച്ചിലല്ലേ ആ കേൾക്കുന്നത്? അതിശൈത്യമുള്ള പുലർവേളയിൽ ഒരു കുഞ്ഞ് എങ്ങനെ വന്നു പെടും? അതാ അവിടെ. തിരുവഞ്ചിറയിലെ തിരുനെറ്റിക്കല്ലിലൊരോമൽ കുഞ്ഞ് കണ്ടു കണ്ടു. തിരുവഞ്ചിറയിലെ തിരുനെറ്റിക്കല്ലിലൊരോമൽ കുഞ്ഞ് അയ്യങ്കരയിലെ പൊൻതാരമായി പിച്ച വച്ചു വളർന്നവൻ. അയ്യങ്കരയിലെ പൊൻതാരമായി പിച്ച വച്ചു വളർന്നവൻ. രാരീരാരോ രാരിരോ രാരാരിരം രാരാരിരോ രാരീരാരോ രാരിരോ രാരാരിരം രാരാരിരോ. വേദമന്ത്രമേറ്റു ചൊല്ലി ബാലനായി വളർന്നവൻ. നാട്ടുകാരാം കൂട്ടുകാർക്ക് ഇഷ്ടത്തോഴനായവൻ. വേട്ടയാടി കാടുതോറും ഉല്ലസിച്ചു വല്ലഭൻ. കാടിൻ മക്കൾ കാത്തിരുന്ന രക്ഷകനായി തീർന്നവൻ. കാടിൻ മക്കൾ കാത്തിരുന്ന രക്ഷകനായി തീർന്നവൻ.
തമ്പ്ര, അടിയന്റെ കുടിയെന്ന് അന്നം കഴിക്കുന്നതും കൂടെ നടക്കുന്നതും നാട്ടുപ്രമാണിമാരറിഞ്ഞാൽ പ്രമാണിമാർ നിങ്ങളെപ്പോലുള്ളവരെ ചൂഷണം ചെയ്യുന്നത് അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുന്നു. അയ്യോ, അങ്ങനെയൊന്നും ചിന്തിച്ചു തമ്പ്ര. മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടിയാണ്. അതിനാൽ എല്ലാവരും സമന്മാരാണ്. തമ്പ്രാനും മടിയാളനും മേൽജാതിയും കീഴ്ജാതിയും മനുഷ്യന്റെ സൃഷ്ടി. ദൈവഹിതമേ നടക്കാവൂ. അതാണ് എന്റെ കർത്തവ്യം. എന്താ വല്ലാതിരിക്കുന്നേ? നമ്മുടെ മകന്റെ പോക്ക് അത്ര പന്തിയല്ല. സമുദായം ഒന്നടക്കം നമുക്ക് എതിരായിരിക്കുന്നു. കുറ്റപ്പെടുത്തുക. വഴിപാടുകളും നേർച്ചകളും നേർന്ന് കിട്ടിയ കുട്ടിയാ. അവനോട് നീരസം തോന്നരുത്. ഒരിക്കൽ പറ്റുന്ന അബദ്ധം അറിവില്ലായ്മയാവാം. അത് വീണ്ടും ആവർത്തിച്ചാൽ അഹങ്കാരാണ്. സമയദോഷം കൊണ്ട് ചെയ്തു പോയതാവും. നമ്മളല്ലാതെ ആരാ അവനോട് ക്ഷമിക്കുക? ക്ഷമിക്കണം പോലും. ക്ഷമിക്കാൻ പറ്റുന്നതാണോ അവ ചെയ്തു കൂട്ടുന്നത്? ആണോന്ന്? ഭഗവാനെ, സാത്വികരായ ബ്രാഹ്മണ ദമ്പതികൾക്ക് വയസ്സാങ്കാലത്ത് കിട്ടിയൊരു മകനെ ഈ ചെയ്തികളൊക്കെ ആ പാവങ്ങളെ എങ്ങനെ സഹിക്കും? ഇല്ലം മുടിക്കാൻ വന്നവൻ നാട് മുടിക്കുന്ന തോന്നുന്നത്. ഇങ്ങോട്ട് വരിക. അകത്തുള്ളവർ ഇങ്ങോട്ട് വരിക. കണ്ടില്ലേ? ഉപനയനം കഴിഞ്ഞവനാ. പൂണൂലും പൊട്ടിച്ചെറിഞ്ഞ് കാട്ടി കൂടുന്നത് കണ്ടില്ലേ? ഉണ്ണി ഇല്ല, അശുദ്ധാക്കിയല്ലോ. ഇങ്ങനെ ഒരുത്തനെ ഇല്ലത്ത് വെച്ച് പൊറപ്പിക്കാനാവില്ല. മഹാദേവ, എന്തൊരു പരീക്ഷണ ഇത്! ഇയാളെ ഇനി ഒരു നിമിഷം ഇവിടെ കണ്ടുപോകരുത്. ഇറങ്ങിക്കോളണില്ലെന്ന്. അരുത്, അവന് വേണ്ടി ഞാൻ മാപ്പ് പറയാം. ഒരു കുഞ്ഞിക്കാല് കാണാൻ ഏറെ കൊതിച്ചു. കയ്യും കാലും വളരുന്നതിനനുസരിച്ച് സങ്കല്പവും വളർന്നു. ഒരച്ഛനെ, ഒരു കുടുംബത്തിനെ, സമുദായത്തിന് മുന്നിൽ ഒന്നടക്കം മാനം കെടുത്ത് ഇവനെ ഇനി എന്തു ചെയ്യണം? പറ, നീ തന്നെ പറ. ഉണ്ണി, ഉണ്ണി, വാതില് തുറക്ക്, വാതില് തുറക്കാൻ. നമ്മുടെ മകൻ എന്തെങ്കിലും സംഭവിച്ച ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. നീ വാതിൽ തുറക്ക്. സമുദായത്തിന്റെ കുത്തുവാക്കുകൾ കേട്ട മനോവ്യതയിൽ എന്തൊക്കെയോ പറഞ്ഞു പോയതാണ്. ഈ പാവങ്ങളുടെ കണ്ണീര് കാണാതെ പോവരുതേ ഉണ്ണി. വാതിൽ തുറക്ക്. ഭഗവാനെ, അങ്ങ് സ്വപ്ന ദർശനത്തിൽ ഉണ്ണിയെ കാണിച്ചു തന്നിട്ടും തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ. ദൈവത്തിന്റെ കൃപാകടാക്ഷം ഉണ്ണിയുടെ രൂപത്തിൽ അടിയങ്ങളുടെ ഇല്ലത്തിൽ വന്നു ചേർന്നത് മഹാസുഹൃതം.
കോപത്താൽ നഗ്നനേത്രങ്ങൾ കൊണ്ട് ആരെയും ദർശിക്കരുത്. ഉണ്ണി, ദേശം വിട്ടുള്ള യാത്രയാണെങ്കിൽ ദേഹരക്ഷയ്ക്കായി അമ്പും മില്ലും ആയുധമായി കയ്യിൽ കരുതുക. വേണ്ടുവോളവും അതിലപ്പുറവും കഴിക്കൂ. വേണമെങ്കിൽ ഇനിയെടുക്കാം. എല്ലാ പനയിലും കള്ള് സുലഭമാണ്. കല്ല് മോശം പോയെന്നറിഞ്ഞാൽ ചെത്തുകാരുടെ ചേറ്റുകത്തിക്ക് തല വെച്ച് കൊടുക്കേണ്ടി വരും. അയ്യോ, എന്നാ വേഗം രക്ഷപ്പെടാം. ഒന്നും ആരുടെയും സ്വന്തമല്ല, എല്ലാം എല്ലാവരുടേതുമാണ്. എന്നാലും നമ്മൾ പേടിക്കണം. മനുഷ്യൻ മനുഷ്യനെ ഭയക്കുന്നു. കള്ള് കളവ് പോകുന്നത് പതിവായിരിക്കുന്നു. എളോരാനല്ലാതെ മറ്റാരും എടുക്കാൻ വഴിയില്ല. എളോരാന്റെ കള്ളും കളവ് പോകുന്നുണ്ടല്ലോ. മൂത്തോരാനാ എടുത്തതെന്ന് അവർക്കും സംശയം കാണില്ലേ? ആ സംശയം ഞാൻ തീർത്തു കൊടുക്കുന്നുണ്ട്. 2 ദിവസം മോന്തിക്ക് കാവൽ നിന്നാലേ കള്ളന് കയ്യോടെ പിടിക്കാം. ഇതിന്റെ പേരിൽ ഇനി 2 പേരും വഴക്ക് വേണ്ട. അനിയനാണേലും കള്ളനാണെങ്കിൽ തക്ക ശിക്ഷ കൊടുക്കണം. ആ, തൽക്കാലിക്കാരി ആരും അറിയണ്ട. മനസ്സിലായല്ലോ? ഉം. ഉം. ഓഹോ, എന്റെ കള്ളു മോഷ്ടിക്കുന്ന നീ ആര്? നിന്നോടാണ് ചോദിച്ചത്. മര്യാദയ്ക്ക് താഴെ ഇറങ്ങുന്നതാ നല്ലത്. തസ്കരനായതുകൊണ്ട് മാന്യതയും മര്യാദയും ഇല്ലാത്ത നിന്നെ താഴെ ഇറക്കാൻ പറ്റുമോ ഞാനും നോക്കട്ടെ. മോഷണത്തിന്റെ പേരിൽ ചേട്ടനും അനിയനും തമ്മിൽ തർക്കത്തിൽ ഏർപ്പെട്ടോ ദൈവമേ? എന്റെ ചന്ദന കണ്ടോ? എന്റെ ചന്ദന കണ്ടോ? കാടും മലയും കാക്കുന്ന ദൈവങ്ങളെ, എന്റെ ചന്ദൻ എന്തു പറ്റി? എന്റെ പൊന്നു മുത്തപ്പ, എത്ര കൂടം കള്ളു വേണമെങ്കിലും തരാം. ചുട്ട മീനും പുഴുങ്ങിയ ധാന്യങ്ങളും തരാം. നിത്യ പയൻകുറ്റി സമർപ്പിക്കാം. എന്റെ ഭർത്താവിനെ എനിക്ക് പഴയ പോലെ തിരിച്ചു തരണം. എന്റെ ഭർത്താവിനെ എനിക്ക് തിരിച്ചു കിട്ടി. ദൈവമേ, മുത്തപ്പ, അടിയന്റെ അറിവില്ലായ്മ കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞുപോയി. മാപ്പാകണം. ഇനിയുള്ള കാലം അവിടുത്തെ ദാസനായി ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം.
സമയം സമാഗതമായി. ചെറുക്ക അശാന്തിയുടെ മനോവ്യഥയാൽ അഭയം തേടി വരുന്നവർക്ക് ആശ്വാസം പകരാൻ പവിത്രമായ ഒരിടം നാം കണ്ടെത്തണം. ശൈവ വൈഷ്ണവ ശക്തികളുടെ സംഗമഭൂമിയായി അവിടം അറിയപ്പെടും. അയിത്തവും അടിമത്തവും തുടച്ചു നീക്കി മനുഷ്യനും പ്രകൃതിയും പക്ഷിമൃഗാദികളും ഒന്നിച്ചു കഴിയുന്ന ആ സുന്ദര ഭൂമിയിലേക്ക് താമസിയാതെ നാമും എത്തിച്ചേരുന്നതാണ്. ചെറുക്ക ഈ അസ്ത്രത്തെ അനുഗമിക്കുക. എന്റെ ദൈവങ്ങളെ, എന്തായത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. കുന്നുമൊപ്പൊരു തീയക്കാരനൊരു കൂട്ടരും പുഴക്കരയിലേക്കാണല്ലോ പോകുന്നത്. എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് പോയി നോക്കിയാലോ? വേഗം വരി, ഓടി വരി, വേഗം വരി. വേഗം വാ, വാ. പെരുവണ്ണാൻ വന്ന് പറഞ്ഞിട്ടും അടിയൻ വിശ്വസിച്ചില്ല. എന്റെ പൊന്നു മുത്തപ്പ, അറിവില്ലായ്മ കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞു പോയി. മാപ്പാക്കണം. മുത്തപ്പന്റെ ദിവ്യചൈതന്യം വന്നു ചേർന്നതിനാൽ നമ്മുടെ നാട് ധന്യമായി. ചൈതന്യത്തിന്റെ ശക്തി ചോർന്നു പോകുന്നതിന് മുന്നേ എത്രയും പെട്ടെന്ന് നെയ്തി സമർപ്പിക്കണം. ആയിക്കോട്ടെ, അടിയും ചെയ്തോളാം. പക്ഷേ എങ്ങനെ ചെയ്യും? എന്തുകൊണ്ട് ചെയ്യും? ഭഗവാന്റെ മായാ ചൈതന്യം ആദ്യമായി കാണാനുള്ള ഭാഗ്യം ഉണ്ടായത് തങ്ങിയിൽ പെരുവണ്ണാനല്ലേ. എന്താണോ കയ്യിലുള്ളത് അത് നേതിയായി സമർപ്പിക്കുക. മീനും കള്ളും കുറച്ച് ധാന്യങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നു മുതൽ അങ്ങോട്ട് തടസ്സം കൂടാതെ നമുക്കിത് നടത്തി പരിപാലിച്ചു പോരാം. എല്ലാരും ചേർന്ന് നിൽക്കുക. മുത്തപ്പന്റെ സന്നിധിയില് അയിത്തല്ല സമത്തേ ഉള്ളൂ. നിന്നിലൂടെ മുത്തപ്പനെ അറിഞ്ഞാൽ മുത്തപ്പനിലൂടെ നിന്നെ അറിയും. ശൈവ വൈഷ്ണവ സംഗമഭൂമിയം പറശ്ശിനി കടവിലെ ദേവനല്ലോ. ശൈവ വൈഷ്ണവ സംഗമഭൂമിയം പറശ്ശിനി കടവിലെ ദേവനല്ലോ. കലികാലത്തിൻ ദുരിതങ്ങൾ തീർക്കും മുത്തപ്പ വിശ്വത്തെ അനുഗ്രഹിക്കൂ. കലികാലത്തിൻ ദുരിതങ്ങൾ തീർക്കും മുത്തപ്പ വിശ്വത്തെ അനുഗ്രഹിക്കൂ. മുത്തപ്പ വിശ്വത്തെ അനുഗ്രഹിക്കൂ. മുത്തപ്പ വിശ്വത്തെ അനുഗ്രഹിക്കൂ.